അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ഇറാനെ ആക്രമിക്കണം എന്നുള്ളതാണ്, ആണവ നിലയങ്ങളൊക്കെ തകർക്കണം എന്നുള്ളതാണ്, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇറാനാണ് ഉത്തരവാദി എന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. ഇതിനുശേഷം ഇറാന്റെ ഒരു വലിയ നീക്കം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് വേറൊന്നുമല്ല, ഇറാന് പിന്നിൽ റഷ്യ അണിനിരന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. നേരത്തെയും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇറാന്റെ പുറകിൽ റഷ്യ വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് പല മാധ്യമങ്ങളും അടിച്ചിരുന്നത്. എന്നാൽ ഈ പല മാധ്യമങ്ങളും പറയുന്നത് റഷ്യ ഇറാന് പിന്നിൽ അണിനിരക്കും എങ്കിലും റഷ്യക്ക് ഇപ്പോൾ അതിന് സാധിക്കില്ല. കാരണം യുക്രൈൻ യുദ്ധം നടക്കുകയാണ്, റഷ്യക്ക് അവിടെ വേറെ പണിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും റഷ്യ ഇറാന് ഇപ്പോൾ റഷ്യയുടെ മാരകമായിട്ടുള്ള വജ്രായുധം കൊടുത്തിരിക്കുന്നു. ഒരു ഫൈറ്റർ ജെറ്റാണത്. ആ ഫൈറ്റർ ജെറ്റുകൾ എത്ര എണ്ണം കൊടുത്തു, എത്രയാണ് ഇറാൻ വാങ്ങുന്നത് എന്നും കൃത്യമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ധാരണയില്ല. കാരണം ഈ വ്യോമാക്രമണമാണ് ഈ കാലത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം എന്നിരിക്കെ ഇറാന്റെ വ്യോമമേഖല അഥവാ എയർഫോഴ്സ് വളരെയധികം ദുർബലമാണ്, ഇസ്രായേലിൻ്റെത് വളരെയധികം ശക്തമാണ്. അങ്ങനെയാണ് ഇറാന്റെ ലോഞ്ച് പാഡുകളെല്ലാം ഇസ്രായേൽ വന്ന് തകർത്തിട്ട് പോയതും. അതുകൊണ്ട് തന്നെ റഷ്യയുടെ വിമാനങ്ങൾ ഇറാനിലേക്ക് വരുമ്പോൾ വലിയ ആശങ്കയാണ് ട്രംപിനും അമേരിക്കയ്ക്കും പിന്നെ ഇസ്രായേലിനും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ കൊന്നുകളയും എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. അടുത്തിടെ ട്രംപ് ഗസയ്ക്കുള്ള തന്റെ പദ്ധതി അവതരിപ്പിക്കുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിനെതിരെ ഇറാൻ അപ്പോൾ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. ഗസ മുൻപ് പിടിച്ചടക്കി പുനർവികസിപ്പിക്കും ഞാൻ എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനിയൻ പാർലമെന്റിലെ വിദേശ നയ സമിതി അംഗമായ മുസ്തഫ സരി ഇത് സംബന്ധിച്ച് ഒരു വലിയ പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ എക്സാക്ട് വാക്കുകൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഭാഗത്ത് എനിക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം നിങ്ങളെ കൊല്ലാൻ ഒരു നിമിഷം പോലും ഞാൻ മടിക്കില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇറാനോട് കളിക്കരുത്. ഇറാനിയൻ പാർലമെന്റിലെ വിദേശ നയ കമ്മീഷൻ അംഗം മുസ്തഫ ജാരി ഇറാനിയൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഐറ്റയിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവന എല്ലായിടത്തും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും ട്രംപ് ഇത് വലിയ ആയുധമാക്കി മാറ്റും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നയതന്ത്രപരമായി ഇത് പറയുന്ന ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്ന് തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞാൻ കൃത്യമായും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇത് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇറാനെതിരെ കടുത്ത നിലപാടാണ് ട്രംപ് വന്നതിന് ശേഷം ട്രംപ് എടുത്തത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു രേഖയിൽ വൈറ്റ് ഹൗസിൽ ഒപ്പുവെക്കുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, എനിക്കൊരു വലിയ കരാർ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെന്നാണ്. ഇറാനോട് പറയാനത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇറാന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്ന ഒരു കരാർ. ഇറാന് ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഇറാന് വളരെ നിർഭാഗ്യകരമായിരിക്കും. ഇറാൻ എന്നെ വധിക്കാൻ ശ്രമിച്ചാൽ അത് പൂർണ്ണമായി, അതായത് ഇറാനെ പൂർണ്ണമായും ഞാൻ നശിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ വാക്കുകളെല്ലാം ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ കൂടെ ഇറാന്റെ പിറകിൽ അണിനിരന്നതോടുകൂടിയാണോ ഇറാൻ ഈ ധൈര്യം കിട്ടിയത് എന്നാണ് പല രാഷ്ട്രീയ തന്ത്രജ്ഞരും ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.